പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അച്ഛനൊന്ന് വീട്ടിലോട്ട് വരണം. ശാസ്ത്രവും ചടങ്ങൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഉണ്ടാവും. അച്ഛനോട് ഇച്ചിരി സംസാരിക്കാനുണ്ട്. അങ്ങോട്ട് പറയേ. എന്താ ജെയിംസ് കുട്ടി? അത് പിന്നെ അല്ലെങ്കിൽ വേണ്ട. വീട്ടിലാവുമ്പോ ചിലപ്പോ അതൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ല. ഞങ്ങൾ മേടയിലേക്ക് വരാം, അച്ഛന്റെ മുറിയിലേക്ക്. അമ്മച്ചിയും കുഞ്ഞുമോളും വീട്ടിലിറങ്ങിയിട്ട് വണ്ടി വിട്ടാ മതി. ഞങ്ങൾ അല്പം സംസാരിച്ചിട്ട് വരാം. കുട്ടികളും പൊയ്ക്കോളൂ. വാ മക്കളെ. അച്ഛോ, ഞാൻ ഈ സ്റ്റഡി ക്ലാസ് എടുത്തൊന്നും അച്ഛനെ പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പുതിയ ക്രിസ്ത്യൻ പിന്തുടർച്ച അവകാശപ്രകാരം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും തുല്യ അവകാശമാണെന്നാണല്ലോ വെപ്പ്. എത്ര വർഷമായ അച്ഛോ കല്യാണം കഴിഞ്ഞിട്ട്? വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അത് അറിയാഞ്ഞിട്ടല്ല. അപ്പനുള്ള കാലത്ത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കേണ്ടി വരില്ലായിരുന്നു. എത്ര ലക്ഷക്കണക്കിന് സ്വത്ത് അന്യാധീനപ്പെട്ടു പോയത്. അതിന്റെ 1/3 പറയുമ്പോ ഇങ്ങനൊന്നും ചിലപ്പോ പറയത്തില്ലായിരിക്കും. പക്ഷേ നാത്തൂമാരും അമ്മായിയമ്മയും നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ ചവിട്ടും കുത്തും കൊള്ളിവാക്കും അനുഭവിക്കുന്നത് ഞാനാ. മാത്തുക്കുട്ടി മരിച്ചിട്ടിപ്പോ 1 വർഷമായി. അതേ പിന്നെ സ്വത്തുക്കളും തോട്ടവും കൂപ്പും എല്ലാം അന്യാധീനപ്പെട്ടു പോയി. അതൊന്നും എന്റെ കുറ്റം കൊണ്ടല്ലോ. ബേബിയുടെ കുറ്റം കൊണ്ടും അല്ലല്ലോ. കുറെയൊക്കെ പാർട്ടിക്ക് വേണ്ടി മാത്തുക്കുട്ടി തന്നെ നശിപ്പിച്ചു. ഇനിയിപ്പോ ദൈവഹിതമാണെന്ന് കരുതുക. അതേ നിവൃത്തിയുള്ളൂ. അച്ഛോ, ഇതൊക്കെ വേദപാഠ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ കൊള്ളാം. ദാണ്ടേ, അച്ഛനൊന്ന് വന്നു നോക്ക്. തിരുവനന്തപുരത്ത് ഞങ്ങൾ തറയും കെട്ടിയിരിക്കുക. ഈ 1.5 ചക്രത്തിന്റെ ശമ്പളം കൊണ്ട് എന്നൊരു വീടാകാൻ അച്ഛോ ഞങ്ങൾക്ക്? എനിക്കൊന്നും മനസ്സിലാവാഞ്ഞിട്ടല്ല. ആകെ ഉള്ളതൊരു വീടാ. ഇളയ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ലീലാമ്മ പറയുന്നത് പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഗവൺമെന്റ് സെക്രട്ടറി അല്ലേ ജെയിംസ് കുട്ടി? അച്ഛോ, എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയിരുന്നെങ്കിൽ 1 മാസത്തെ തേങ്ങ വീഴുന്ന കാശുണ്ടോ ഇവരുടെ ശമ്പളം? അനുഭവിക്കാൻ വിധി വേണം. എനിക്ക് മാത്രമല്ല. ഞാൻ ഏതായാലും ബേബിയോട് പറയാം. പക്ഷേ എന്നാ പറയുന്നേ?